അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞാൻ എന്റെ വീഡിയോസിൽ ഇതുവരെ ചെയ്യാത്ത ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളെ ചങ്ങനാശ്ശേരി ഒരു ഭാഗത്തു നിന്നാണ് ഇപ്പൊ ചക്ക എടുക്കുന്നത്. നമ്മളെ ചക്കയെന്ന് നോക്കാൻ ഒരാൾ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് നോക്കി വന്നതാണ്. സംഭവം നമ്മളെ വെട്ടുകാരൻ ഓൾറെഡി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി വന്ന് സാധനം നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് സംഭവം. കാരണം റോസ് വരിക്ക് ചക്കയാണിത്. ഇത് നമ്മൾ മുന്നേ വെട്ടിയതാണ് എങ്കിൽ പോലും, കാരണം എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് മുന്നേ വെട്ടി. കാരണം ഞാൻ വർഷം 10-20 കൊല്ലമായിട്ട് ഈ വർക്ക് ചെയ്യുന്ന കാരണം ഒരുമാതിരിപ്പെട്ട സ്ഥലത്തൊക്കെ നമ്മൾ ചക്ക എടുത്തിട്ടുള്ളതാണ്. അതായത് ഈ മേഖലയിൽ നിന്നൊക്കെ നമ്മൾ ചക്ക എടുത്തിട്ടുള്ളതാണ്. അപ്പൊ നല്ല അടിപൊളി സാധനമാണ്. നല്ല റോസ് കളർ ചക്കയാണ്. നമ്മളെ പയ്യൻ എന്തായാലും ഒന്നും വെച്ച് താമസിക്കാതെ അവൻ കയറിയിട്ടുണ്ട്. ഇച്ചിരി ബുദ്ധിമുട്ടാണ് കയറാനായിട്ട്, എന്നാലും റിസ്ക് എടുത്ത് അവൻ കയറിയിട്ടുണ്ട്. സംഭവം വളരെ സൂക്ഷിച്ചിട്ട് വരണേ. നല്ലോണം നല്ല കയറിട്ടോണം. അപ്പൊ നമ്മള് മേളിൽ നിന്ന് ഷൂട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ് നമ്മൾ കയറിടുന്നത്. അതായത് നമുക്ക് മേളില് ഒരു കയറിട്ടിട്ട് നമ്മൾ കുരുക്കിയിട്ടാണ് സംഭവം ഇടാറ്. അപ്പം ഇത് 2 ചക്ക ഒരുമിച്ചായതുകൊണ്ട് നമ്മൾ ഇപ്പം ഒറ്റ ചക്കക്കകത്ത് ഇട്ട് ഇറക്കുകയാണ്. രണ്ടും കൂടെ ഒരുമിച്ച് ഇറക്കാനുള്ള ഒരു രീതിയിലാണ്. അപ്പൊ നിങ്ങൾക്കൊക്കെ നിങ്ങൾ പല രീതിയിലും പല ചക്ക ഇറക്കുന്ന വീഡിയോസും കണ്ടിട്ടുണ്ടാവും. അപ്പം ഇതൊരു വെറൈറ്റിക്ക് നമ്മൾ ചെയ്തേ ഉള്ളൂ. സംഭവം നമ്മൾ വെട്ടിയിട്ടുണ്ട്. രണ്ടും കൂടെ ഒരുമിച്ചാണ് നമ്മൾ ഇറക്കുന്നത്. അപ്പോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വിശ്വാസത്തിലാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, നൈസായിട്ട് വരും. അപ്പോ ഞാൻ താഴത്ത് നിന്നിട്ടാണ്, മുകളിൽ നിൽക്കുന്നത് വെട്ടുകാരനാണ്. ഞാൻ താഴത്ത് നിന്ന് ഇറക്കുകയാണ്. അത് സേഫായിട്ട്, അതായത് നിലത്ത് വീഴാതെ ചതവോ ഒന്നും വരാത്ത രീതിയിലാണ് നമ്മൾ ഇറക്കുന്നത്. കണ്ടില്ലേ, സേഫായിട്ട് ലാൻഡ് ചെയ്യുന്നുണ്ട്. എത്രയേ ഉള്ളൂ. ചക്ക ഇറക്കാൻ വളരെ ഈസിയാണ്. പക്ഷെ കയറുന്ന ആളുടെ ബുദ്ധിമുട്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മാതിരി. അപ്പൊ നമ്മൾ ചുമന്ന വണ്ടിയിലോട്ട് കൊണ്ടുപോകണം. ഇച്ചിരി വെയിറ്റ് ഉള്ള ചക്ക ആയതുകൊണ്ട് എന്റെ പെടലിക്ക് നല്ല വേദനയുണ്ട്. നമ്മുടെ ജോലി ഇതാണല്ലോ. അപ്പം നമ്മളെ വണ്ടി എത്തിയിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി ലോഡായി. നമ്മള് തിരിച്ചു പോകാനുള്ള ഒരു ഇതിലാണ്. ലോഡായി കഴിഞ്ഞു നമുക്ക്. അപ്പൊ നമുക്കിനി അവിടെ വെച്ച് കാണാം. കണ്ടില്ലേ, ഇന്ന് വെട്ടിയ ചക്കക്കകത്ത് നമുക്ക് വന്ന ചക്കയാണ്. ഒരു 2-3 മരം ഉണ്ടായിരുന്നു. ആ മരത്തില് മൊത്തം വീഡിയോ നമ്മൾ എടുത്തിട്ടില്ലെങ്കിലും കുറച്ച്. നിങ്ങൾക്ക് അതിനകത്ത് പഴുത്തയൊക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്ത് നിങ്ങളതിന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് പൊല്ല ഇല്ലാത്ത ചക്കയാണ്. അതായത് മുറിച്ചു കഴിഞ്ഞാൽ ഫുള്ള് ചുളയാണ്. പൊല്ല വളരെ കുറവെന്ന് പറയാൻ പറ്റില്ല. പൊല്ല ഇല്ല. ഇനി വേറൊരു ടൈപ്പ് സാധനം കൂടെ ഉണ്ട്. അതും കൂടി ഇപ്പൊ നമ്മൾ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഇതാണ് സംഭവം. പക്ഷെ നല്ല കട്ടിയുള്ളത് കൊണ്ട് നമുക്കിത് സെപ്പറേറ്റ് ആക്കാൻ, അതായത് രണ്ടായിട്ട് പിളർത്താൻ ഇച്ചിരി പാടാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഞാൻ തളർന്നു. അപ്പോ എന്റെ അനിയച്ചാരാണ്, അവനാണിത് ബാക്കി കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇച്ചിരി ഹാർഡായിട്ടുള്ള സാധനം, നല്ല കട്ടിയുള്ള ഐറ്റം ആയതുകൊണ്ട് മുറിയാനായിട്ട് ഇച്ചിരി പാടാണ്. പക്ഷെ നല്ല ചക്ക, നല്ല മധുരമുള്ള ചക്കയാണ്. അത്യാവശ്യം പൈപ്പേ ആയിട്ടുള്ളൂ, ഫുൾ പൈപ്പ് ആയിട്ടില്ല. നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. ഇത് കണ്ടില്ലേ, നല്ല പൊളി സാധനമാണ്. കണ്ടില്ലേ, ഇതാണ് സാധനം. ഐറ്റം വേറെ, ഇത് ഐറ്റം വേറെ. കണ്ടല്ലോ. അപ്പൊ നമ്മള് തട്ട് ഇതാണ്. നമ്മൾ മറ്റേ പ്രശ്നങ്ങളൊക്കെ കാരണം നമ്മൾ തട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഉണ്ടായിരുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മളുള്ളത്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ വിലയേറിയ കമന്റുകൾ അറിയിക്കുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ മറക്കാതെ ഒരു വട്ടം കൂടെ ആവർത്തിച്ച് പറയുകയാണ്, വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്, എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോ ഇതാണ് സംഭവം. ചന്ദനക്കാവിന് ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മളിപ്പോ ഉള്ളത്. നമ്മൾ ഇപ്പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം ഇല്ല, റോഡ് സൈഡിൽ തന്നെയാണ്. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അറിയാവുന്നവര് നമ്മുടെ അടുത്ത് വരുന്നുണ്ട് സംഭവം വാങ്ങിക്കാനും പിടിക്കാനൊക്കെ ആയിട്ട്. അപ്പൊ പ്ലീസ് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.